കേരളത്തിൻ്റെ വികാസ പരിണാമങ്ങൾ എന്നതാണ് അടുത്ത ഭാഗം. നമുക്കറിയാം, പരശുരാമൻ മഴ പറഞ്ഞാണ് കേരളം ഉണ്ടായത് എന്നതടക്കം കേരളോൽപ്പത്തിയെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. നവീന ശിലായുഗം മുതൽക്ക് തന്നെ ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്ന് തെളിയുന്ന രേഖകളൊക്കെ കണ്ടുകിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ 700 കിലോമീറ്ററോളം നീളവും 160 കിലോമീറ്റർ വരെ വീതിയുമുള്ള ഒരു ഭൂഭാഗമാണ് കേരളം. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടൊഴുകുന്ന 41 നദികളും കിഴക്കോട്ടൊഴുകുന്ന 3 നദികളും ഇവയുടെ കൈവഴികളും ചേർന്നതാണ് നമ്മുടെ കേരളം. 3.8 കോടി ആളുകൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അധിവസിക്കുന്നുണ്ട്. തമിഴും സംസ്കൃതവും ഒക്കെ കൂടിക്കലർന്ന് 1200 വർഷം കൊണ്ട് രൂപപ്പെട്ടതാണ് നമ്മുടെ ഈ കേരള ജനതയുടെ ഭാഷ. പിന്നെ പറയുന്ന ഏതൊരിടത്തെയും പോലെ തന്നെ ഇവിടെയും ആദ്യകാലത്ത് ഭക്ഷണം ശേഖരിച്ച് നടന്ന ഗോത്രങ്ങളും അതിനുശേഷം നാടുവാഴികളായും സ്വരൂപങ്ങളുമൊക്കെ ആയിട്ടുള്ള വളർച്ചയും പിന്നീട് നാട്ടുരാജ്യവും രാജ്യങ്ങളായും ഒക്കെ നമ്മുടെ കേരളത്തിലെ ഭരണം മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ചേര ചോള രാജാക്കന്മാരും അതുപോലെ തന്നെ ഹൈദരാലി ടിപ്പു സുൽത്താനും അടക്കം പുറമേ നിന്ന് വന്ന ഒട്ടേറെ രാജാക്കന്മാരും ഇവിടെ അധികാരം സ്ഥാപിച്ചത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കേരള ജനത ഒരു കാർഷിക സമൂഹമായി വികസിക്കുന്ന ആദ്യകാലത്ത് ഭൂമിയുടെ അവകാശം സ്ഥാപിതമായിരുന്നില്ല. പിന്നീട് കേരളം രൂപം കൊള്ളുന്ന ഘട്ടത്തിൽ ഈ നാട് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3ആയിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. 1729 മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന് രൂപം നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നത്. ഇന്നത്തെ കേരളത്തിൻ്റെ പകുതിയോളം വരുന്ന രാജ്യം പിന്നീട് ബ്രിട്ടീഷുകാരുടെ സാമന്ത രാജ്യമായും 1947 വരെ നിന്നു. മധ്യഭാഗത്ത് കൊച്ചി രാജ്യവും വടക്കൻ പ്രദേശങ്ങളിൽ സാമൂതിരിയുടെയും കോലത്തിരിയുടെയും ഒക്കെ രാജ്യങ്ങളും വിവിധ കാലഘട്ടങ്ങളിൽ ഉദിച്ച് അസ്തമിച്ചു എന്ന് ഈ ഭാഗത്ത് പറയുന്നു.